ഇന്ത്യൻ അതിർത്തികളിൽ ചരിത്രപരമായ ഒരു ശുദ്ധീകരണം നടക്കുകയാണ്. വർഷങ്ങളായി രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായി ഒളിച്ചും പാത്തും അതിർത്തി കടന്നെത്തിയ നുഴഞ്ഞുകയറ്റക്കാരെ, അതെ, ആ അധിനിവേശക്കാരെ ഓരോരുത്തരെയായി പിടിച്ചുകെട്ടി അവരുടെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചയക്കുന്ന കർശന നടപടികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ മോദി സർക്കാർ നടപ്പിലാക്കുന്ന ഈ ഓപ്പറേഷൻ അതിർത്തിക്ക് രാജ്യം മുഴുവൻ ആവേശത്തോടെ കൈയടക്കുകയാണ്. എന്നാൽ ഇതാ കേട്ടോളൂ, ഈ രാജ്യസുരക്ഷ മഹാമഹത്തിന് നടുവിലും കേരളത്തിൽ നിന്ന് ഉയരുന്ന ഒച്ചപ്പാടുകൾ ആരുടേതാണ്? സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റേത്. അതിർത്തിയിൽ നടക്കുന്ന ഈ സുരക്ഷാ നടപടികളെ വംശീയ മൂലനമെന്നും നുഴഞ്ഞുകയറ്റക്കാരെ ഒഴിപ്പിക്കുന്നത് ക്രൂരത എന്നും വിശേഷിപ്പിച്ച് അദ്ദേഹം കേന്ദ്രത്തിനെതിരെ വാളെടുത്തിരിക്കുന്നു. ജനസംഖ്യാ വ്യതിയാന പഠന സമിതിയെ പോലും വർഗീയമായി ചിത്രീകരിച്ച കേന്ദ്ര സർക്കാരിന്റെ ഓരോ നീക്കത്തെയും അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് ഈ തരം താന്ന രാഷ്ട്രീയ കളി കളിക്കുകയാണ്. എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം? ഈ രാജ്യത്തിന്റെ സുരക്ഷയെ തകർത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന ഇവരുടെ ഇരട്ടമുഖം ഇനിയെങ്കിലും തിരിച്ചറിയണം. അമിത്ഷായും മോദിയും രാജ്യത്തിന്റെ കാവൽക്കാരായി നിൽക്കുമ്പോൾ അതിനെതിരെ തിരിയുന്ന ഇവരുടെ രാഷ്ട്രീയം എന്താണ് ഈ വിഷയത്തിലെ യഥാർത്ഥ സത്യം? നമുക്ക് പരിശോധിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ കേവലം വരകളല്ല, അത് സുരക്ഷയുടെ കവചമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള അതിർത്തികളിൽ നിന്ന് വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ട് എന്നത് രഹസ്യമല്ല. നമ്മുടെ മണ്ണിൽ നമ്മുടെ നിയമങ്ങളെ കാറ്റിൽ പറത്തി അനധികൃതമായി താമസമുറപ്പിക്കുന്നവർ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും ജനസംഖ്യാപരമായ സന്തുലിതാവസ്ഥയെയും ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. ഈ ഭീഷണി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അമിത്ഷാ അതിർത്തി മാനേജ്മെന്റ് സംവിധാനത്തെ പൂർണ്ണമായും ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത്. ആധുനിക സാങ്കേതിക വിദ്യയും സ്മാർട്ട് ബോർഡർ സംവിധാനങ്ങളും ഉപയോഗിച്ച നുഴഞ്ഞു കയറ്റക്കാരെ കണ്ടെത്തി അവരെ പുറത്താക്കുന്ന നടപടികൾ ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെയും ഡെമോഗ്രാഫിക് മാറ്റങ്ങളെയും കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു ഉന്നതതല സമിതിക്ക് രൂപം നൽകിയത്. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന അസ്വാഭാവികമായ മാറ്റങ്ങൾ എന്ത്, അവയ്ക്ക് പിന്നിലെ കാരണം എന്ത് എന്നത് ശാസ്ത്രീയമായി പഠിക്കുകയാണ് ഈ സമിതിയുടെ ലക്ഷ്യം. ഒരു രാജ്യത്തിന്റെ വികസനവും സുരക്ഷാ പദ്ധതികളും ആസൂത്രണം ചെയ്യുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ സർക്കാരിന് ഉണ്ടായിരിക്കണമെന്നത് അനിവാര്യമായ ഒന്നാണ്. ഇത് ഏതെങ്കിലും വിഭാഗത്തെ ദ്രോഹിക്കാനല്ല, മറിച്ച് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇത്രയും ഗൗരവകരമായ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എടുക്കുന്ന നിലപാടാണ് നമ്മൾ പരിശോധിക്കുന്നത്. കേന്ദ്രം രൂപീകരിച്ച ഈ ജനസംഖ്യാ പഠന സമിതിയെയും അതിർത്തിയിലെ നടപടികളെയും കുറിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ വളരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെ വംശീയ വേട്ട എന്നും ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള ഗൂഢനീക്കമെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ കേന്ദ്രം എടുക്കുന്ന കർശന നടപടികളെ വോട്ട് ബാങ്ക് താല്പര്യങ്ങൾക്കായി മാത്രം അദ്ദേഹം തെറ്റായി വ്യാഖ്യാനിക്കുകയല്ലേ? പിണറായി വിജയന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം. അതിർത്തി സംസ്ഥാനങ്ങളിൽ അസ്വാഭാവിക ജനസംഖ്യാ വ്യതിയാനമുണ്ടെന്നും അതിന് കാരണം നുഴഞ്ഞുകയറ്റമാണെന്നുമുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന സമൂഹത്തിൽ വിദ്വേഷം വമിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുകയോ രാജ്യസുരക്ഷാ വിഷയങ്ങളിൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറുകയോ ചെയ്യേണ്ട അദ്ദേഹമാണ് കേന്ദ്രത്തിന്റെ ഓരോ നീക്കത്തെയും രാഷ്ട്രീയമായി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. അതിർത്തി കടന്നു വരുന്നവരെയും നിയമവിരുദ്ധമായി തമ്പടിക്കുന്നവരെയും സംരക്ഷിക്കുന്നത് ഏതുതരം രാഷ്ട്രീയമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങേണ്ടതുണ്ട്. പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രസ്താവന രാജ്യത്തിന്റെ ഐക്യത്തിന് തന്നെ വെല്ലുവിളിയാവുകയല്ലേ? ഇനി രാജ്യസുരക്ഷയ്ക്കും വികസനത്തിനും മുൻഗണന നൽകുന്നതിന് പകരം കേന്ദ്രത്തിനെതിരെ നിരന്തരം വിരൽ ചൂണ്ടി രാഷ്ട്രീയം കളിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിർത്തിയിൽ സൈന്യവും സർക്കാരും രാജ്യത്തിന്റെ കാവൽക്കാരായി നിൽക്കുമ്പോൾ അതിനെ തുരങ്കം വെക്കുന്ന ഇത്തരം നിലപാടുകൾ ഒട്ടും ശരിയായതല്ല. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വോട്ട് ബാങ്ക് താല്പര്യങ്ങൾക്കും അപ്പുറം രാജ്യത്തിന്റെ സുരക്ഷയാണ് വലുതെന്ന് ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കണം. എന്നാൽ സത്യം ഇതാണ്, അതിർത്തി സുരക്ഷിതമാണെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഈ സത്യത്തെ മുഖവിലയ്ക്കെടുത്ത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി കേന്ദ്രം നടത്തുന്ന നടപടികളെ പിന്തുണയ്ക്കുക എന്നതാണ് ഒരു പൗരൻ എന്ന നിലയിൽ നാം ചെയ്യേണ്ടത്.
ഇനി ഈ വിഷയത്തിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ആരും മറക്കാനിടയില്ലല്ലോ. ബംഗാളിൽ അതിർത്തികളിൽ കിടന്ന് വൻതോതിൽ തമ്പടിച്ചിരുന്ന കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന തീവ്രമായ പരിശ്രമങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ. വർഷങ്ങളായി അവിടെ ഒരു സുരക്ഷാ ഭീഷണി നിലനിന്നിരുന്നു. അതിന് പ്രധാന കാരണം ബംഗാളിൽ മമതാ ബാനർജി സർക്കാർ പുലർത്തിയിരുന്ന അതീവ നിലപാടുകളാണ്. കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിന് പകരം അവരെ ക്ഷണിച്ചു വരുത്തി സംരക്ഷണം നൽകുന്ന സമീപനമാണ് മമതാ സർക്കാർ സ്വീകരിച്ചിരുന്നത്. അതിർത്തികളിൽ സുരക്ഷാ പരിശോധനകൾ നടത്തുന്നതിനെ പോലും അവർ ശക്തമായി എതിർത്തിരുന്നു. എന്നാൽ ആ സാഹചര്യം മാറിമറിയുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയാണ് വലുതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടിടപെട്ടാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അതിർത്തികൾ സുരക്ഷിതമാക്കാൻ ഏതറ്റം വരെയും പോകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. ബംഗാളിലെ ആ ദൃശ്യങ്ങൾ വെറുമൊരു ഒഴിപ്പിക്കൽ നടപടിയല്ല, മറിച്ച് രാജ്യത്തിന്റെ അഖണ്ഡത വീണ്ടെടുക്കാനുള്ള ഒരു പോരാട്ടം തന്നെയാണ്. ഈ ഘട്ടത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: മമതാ സർക്കാർ ബംഗാളിൽ ചെയ്തതുപോലെയാണോ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കേന്ദ്രം ഇത്രയേറെ കഷ്ടപ്പെട്ട് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നതിന് പകരം അതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരെ സഹായിക്കാനാണ്? ഇവിടെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണോ? കേന്ദ്രം അതിർത്തിയിൽ കാവൽ നിൽക്കുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്ന ഇരട്ടത്താപ്പാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. അമിത്ഷായുടെ ദൃഢനിശ്ചയം ഓരോ ഇന്ത്യക്കാരന്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ വേറെ എന്ത് പറയാനാണ്? ഇനി ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നിരന്തരം ഇവരൊക്കെ കേന്ദ്രത്തെ വിമർശിക്കുന്നത് എന്നതാണ്. രാജ്യസുരക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ കേന്ദ്രത്തിന്റെ എല്ലാ സുരക്ഷാ നടപടികളെയും രാഷ്ട്രീയ പകപോക്കൽ എന്ന് മുദ്രകുത്താൻ ഇവരൊക്കെ കാണിക്കുന്ന ഉത്സാഹം അദ്ദേഹത്തിന്റെയും അവരുടെയൊക്കെ രാഷ്ട്രീയ അജണ്ടകളെയാണ് തുറന്നു കാട്ടുന്നത്. ബംഗ്ലാദേശിൽ നിന്നും മറ്റു വന്ന് ഇവിടെ തമ്പടിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ കുറിച്ച് അദ്ദേഹം ഒരു അക്ഷരം മിണ്ടുന്നില്ല. പകരം അവരെ ഒഴിപ്പിക്കാൻ സർക്കാർ എടുക്കുന്ന നടപടികളെ മാത്രം അദ്ദേഹം എതിർക്കുന്നു. ഇതാരെ സന്തോഷിപ്പിക്കാനാണ്? സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും മുകളിൽ ഇത്തരം ആളുകളെ പ്രതിഷ്ഠിക്കുന്നതാണോ ഇവരുടെ ഒരു രാഷ്ട്രീയം? ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. രാജ്യം ഒന്നാമത് എന്നതാണ് അവരുടെ മുദ്രാവാക്യം. അതുകൊണ്ടാണ് അതിർത്തികളിൽ സ്മാർട്ട് ബോർഡർ സംവിധാനങ്ങൾ കൊണ്ടുവന്നതും ജനസംഖ്യയിലെ അസന്തുലിതാവസ്ഥ പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചതും. ഇതൊരു തുടക്കം മാത്രമാണ് സുഹൃത്തുക്കളെ. ഇനിയുള്ള കാലം രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് അമിത്ഷാ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഭീതിയില്ലാത്തൊരു നാടാണ്, അല്ലാതെ വോട്ട് ബാങ്കിന് വേണ്ടി രാജ്യസുരക്ഷയെ പണയം വെക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളല്ല. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി വ്യക്തമായി മനസ്സിലാക്കണം. ഈ കുടിയൊഴിപ്പിക്കൽ നടപടികൾ നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും പറയുക. കാരണം സ്വന്തം രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുക എന്നത് ഒരു സർക്കാരിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമല്ലേ? ഏതൊരു രാജ്യത്തായാലും നിയമവിരുദ്ധമായ അതിർത്തി കടന്ന് ഒരാൾ അവിടെ തമ്പടിച്ചാൽ ആ രാജ്യത്തെ നിയമം അനുശാസിക്കുന്നത് അവരെ പുറത്താക്കുക എന്നത് തന്നെയാണ്. അതിപ്പോൾ അമേരിക്ക ആയാലും യൂറോപ്യൻ രാജ്യങ്ങളായാലും നുഴഞ്ഞുകയറ്റക്കാരോട് യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാറില്ല. പിന്നെ എന്തുകൊണ്ട് ഇന്ത്യയിൽ മാത്രം ഈ നടപടികളെ ചോദ്യം ചെയ്യണം? ഇവിടെ നടക്കുന്നത് വെറും ഒരു ഒഴിപ്പിക്കൽ മാത്രമല്ല, രാജ്യത്തിന്റെ ഡെമോഗ്രാഫിക് സുരക്ഷ ഉറപ്പുവരുത്താനുള്ള അനിവാര്യമായ ഒരു നീക്കമാണ്. ഇതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ജനസംഖ്യാ വ്യതിയാന പഠന സമിതിയെയും നാം കാണേണ്ടത് ഇതേ രീതിയിൽ തന്നെയാണ്. ജനസംഖ്യയിലെ അസന്തുലിതാവസ്ഥ പഠിച്ച് അത് പരിഹരിക്കാൻ ശാസ്ത്രീയമായ വഴികൾ തേടുന്നത് രാജ്യത്തിന്റെ ദീർഘകാല സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ആത്മാർത്ഥമായ പ്രയത്നം കൊണ്ടാണ്. മമതയെ പോലെയുള്ള നേതാക്കൾ വർഷങ്ങളോളം തടഞ്ഞുവെച്ച നുഴഞ്ഞുകയറ്റക്കാർക്ക് സംരക്ഷണം നൽകിയ ആ പ്രീണന രാഷ്ട്രീയം പൊളിച്ചെഴുതാൻ അമിത്ഷാ കാണിച്ച ആർജവം ചെറുതല്ല. ആ വലിയ പരിശ്രമത്തെ തകർക്കാൻ നോക്കുന്നവർ യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ ശത്രുക്കളെയാണ് സഹായിക്കുന്നതെന്ന് തിരിച്ചറിയണം. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി അതിർത്തി കാക്കുന്ന സൈനികരുടെയും അതിനു പിന്നിൽ നിന്ന് കർശനമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഭരണകൂടത്തിന്റെയും വലിയൊരു അധ്വാനം ഇതിനു പിന്നിലുണ്ട്. ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷാ പദ്ധതികളെ പിന്തുണയ്ക്കുക എന്നതാണ്. അല്ലാതെ അനാവശ്യമായ ആരോപണങ്ങളുമായി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയല്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.